നമസ്കാരം. നമ്മൾ ഓരോ മനുഷ്യരും മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിനും സാമ്പത്തികമായി ഉയരുവാനും ആഗ്രഹിക്കുന്നവരാണ്. പണവും സമ്പത്തും നേടാൻ ഏതൊരാളും സത്യസന്ധമായും കാര്യക്ഷമമായും കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. എന്നാലും ചില സന്ദർഭങ്ങൾ ഈ കഠിനാധ്വാനവും നമ്മളുടെ പ്രാർത്ഥനയും വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയും കൂടിയാകുമ്പോൾ നമ്മെ ചെന്നെത്തിക്കുക നല്ലൊരു ജീവിത സാഹചര്യത്തിലായിരിക്കും. മെച്ചപ്പെട്ട ജീവിത നിലവാരം കിട്ടുവാനായിട്ട് ചെയ്യേണ്ടുന്ന ഒരു താന്ത്രികമാണ്, സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുന്നതിനു വേണ്ടി ചെയ്യാവുന്ന ഒരു താന്ത്രികമാണ് എന്നിവിടെ പറയുന്നത്. ധനത്തിൻ്റെ അധിപനാണ് കുബേരൻ. കുബേരനെ പ്രസാദിപ്പിച്ചാൽ ഒരാൾക്ക് സമ്പത്തും ഐശ്വര്യവും കൈവരുന്നതാണ്. വൈശ്രവണന്റെ മകനായ കുബേരൻ വൈശ്രവണൻ എന്നും അറിയപ്പെടുന്നു. വടക്കു ദിക്കിൻ്റെ അധിപതിയായും കുബേരനെ കണക്കാക്കപ്പെടുന്നു. എല്ലാ വ്യാഴാഴ്ചകളിലും ഈ ഒരു താന്ത്രികം ചെയ്ത് രാത്രി കിടക്കുന്നതിന് മുമ്പേ ആയാലും മതി, ഇല്ലെങ്കിൽ വ്യാഴാഴ്ച ഗുരുഹോരയിൽ 8 മുതൽ 9 വരെയുള്ള സമയങ്ങളിലായാലും നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു താന്ത്രികമാണ്. വളരെ ലളിതമായ ഒരു താന്ത്രികമാണ് ഈ പറയുന്നത്. സാമ്പത്തികമായി നല്ലൊരു പുരോഗതി ഉണ്ടാകുമെന്ന് മാത്രമല്ല, നമ്മളുടെ വീടുകളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി പോയി പോസിറ്റീവ് എനർജി ഉണ്ടാകുവാനും ഈ ഒരു താന്ത്രികം കൊണ്ട് കഴിയുന്നു. അതിനായിട്ട് ആദ്യമായി വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം, നല്ല ഒരു ശുദ്ധമായ വെള്ളം എടുക്കുക. ഒരു ഗ്ലാസ്സിൽ, അതൊരു കണ്ണാടി ഗ്ലാസ്സോ അല്ലെങ്കിൽ ചെറിയൊരു ചെമ്പ് പാത്രമായാലും മതി. ഈ വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഒരു നുള്ള് ജീരകം, നല്ല ജീരകമല്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു ഗ്ലാസ് നിങ്ങളുടെ പൂജാമുറിയിൽ തന്നെ ഇന്ന് രാത്രി മൊത്തം സൂക്ഷിക്കുക. ലക്ഷ്മി കുബേരയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിനു മുന്നിൽ സൂക്ഷിക്കാം, ഇല്ലെങ്കിൽ വിളക്ക് കത്തിച്ചിരിക്കുന്ന സ്ഥലത്ത് എവിടെയാണോ അവിടെയും സൂക്ഷിക്കാവുന്നതാണ്. ഇത് ഇനി നിങ്ങൾ അടുത്ത ദിവസം, അതായത് വെള്ളിയാഴ്ച കാലത്ത് കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം എടുത്ത് വീട് കംപ്ലീറ്റ് ഒന്ന് അഴിച്ചു വിടണം. ഒരു ശുദ്ധമാകുന്ന രീതി, അതായത് നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന വസ്തുക്കളെല്ലാം മംഗളകരമായ വസ്തുക്കളാണ്. ജീരകമായാലും മഞ്ഞൾപ്പൊടിയായാലും ജലമെന്ന് പറയുന്നത് നാം ഗംഗാദേവിയായിട്ടാണ് കണക്കാക്കുന്നത്. ഗംഗാജലത്തിന് തുല്യമായിട്ടാണ് ഇപ്പോൾ ഇതിൽ മംഗളകരമായ വസ്തുക്കളിട്ട് നമ്മൾ ഇത് പവിത്രമാക്കിയിരിക്കുകയാണ് ഈ ജലം. അപ്പോൾ ഇത് വീടുകളിൽ ഈ ജലം തളിച്ച് കഴിയുമ്പോൾ നമ്മുടെ വീടുകളിലെ നെഗറ്റീവ് എനർജി പോയി പോസിറ്റീവ് എനർജി വരുത്താനായിട്ട് കഴിയും. ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് പലതരത്തിലുള്ള കണ്ണേറ് ദോഷങ്ങൾ, കൺദൃഷ്ടിയൊക്കെ വരുത്തുന്നതാണ്. ഒരു വിധത്തിൽ തന്നെ ഈ കൺദൃഷ്ടിയൊക്കെ പോകുമ്പോൾ തന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടി താന്ത്രികർമ്മം ചെയ്തു നോക്കൂ. 100% അതിന് ഫലം ഉണ്ടാവുന്നതാണ്. കഴിയുമെങ്കിൽ ഗുരുഹോരയിൽ 8 മുതൽ 9 മണി വരെയുള്ള സമയത്ത് ചെയ്തു നോക്കാവുന്നതാണ്. എന്നും സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുമ്പോൾ കഴിവതും വ്യാഴാഴ്ചകളിൽ കുബേര ദിശയായ വടക്ക് ദിശ നോക്കി ഒരു നെയ്വിളക്ക് കത്തിച്ച് വയ്ക്കുന്നത് വളരെ ഗുണകരമായ കാര്യമാണ്. എല്ലാവർക്കും കുബേര ഭഗവാന്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്